സാമ്പത്തിക ഭാരം കടുത്തതാണെങ്കിലും നിയമന നിരോധനമോ പെൻഷൻ പ്രായം ഉയർത്തലോ ഉണ്ടാകില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഈടാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ക്ഷേമ പെൻഷൻ ഉയർത്തുന്നതിനേക്കാൾ മുൻഗണന കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനാണെന്നും ധനമന്ത്രി ബജറ്റിന് മുന്നോടിയായി മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വാരിക്കോരി നൽകാനും ജനപ്രിയനാകാനും കെ.എൻ. ബാലഗോപാലിന് മേലുള്ള സമ്മർദ്ദം സ്വാഭാവികം. എന്നാൽ ധനസ്ഥിതിയോ? GST നഷ്ടപരിഹാരത്തിന്റെയും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെയും ആനുകൂല്യം ഇപ്പോഴില്ല. കേന്ദ്ര നികുതി വിഹിതം മൊത്തം സംസ്ഥാനങ്ങൾക്കുള്ള തുകയുടെ 1.925% മാത്രം. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് പൊതുകടത്തിന്റെ പരിധിയിൽപ്പെടുത്തി കേന്ദ്രം നിയന്ത്രിക്കുകയും ചെയ്തു. കൈയും കാലും കെട്ടി ഓടാൻ വിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ മന്ത്രിയുടെ ഉത്തരം ഇതാണ്. കാല് കെട്ടിട്ട് ഓടുന്നതിനേക്കാളും കഷ്ടമാണ് കൈയും കാലും കെട്ടിട്ടിട്ട് വെള്ളത്തിയിട്ട് നീന്താൻ പറയുന്നത്. കാരണം ഓടുമ്പോൾ ഓടാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, ശ്വാസം എടുക്കാം. പക്ഷെ വെള്ളത്തിലായാലോ ആ തരത്തിലാണെന്ന് പറയാം. കാരണം ഇപ്പോൾ ഒരു വർഷം 12,000 കോടിയിലധികമെങ്കിലും ബഡ്ജറ്റിൻ്റെ അകത്ത് സ്ക്യൂസ് വരും. LDF ഗവൺമെൻറ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് തുടരാൻ. അത് തുടർന്നു എന്ന് മാത്രമല്ല, സക്സസ്ഫുള്ളായിട്ട് ഇതുവരെ വന്നു. സർക്കാർ സേവനങ്ങളുടെ ഫീസ് ഉയർത്തൽ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ സമവായം ആവശ്യമുണ്ട് എന്ന് മന്ത്രി പറയുന്നു. 2 രൂപ ഫീസ് മേടിക്കുന്ന പല മേഖലയുണ്ട്. ഈ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് പണ്ടും ആരും കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. 10-20 രൂപ ആക്കിയില്ലെങ്കിൽ വാസ്തവത്തിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ മേടിച്ച് എഴുതി കൊടുക്കുന്ന ആൾക്ക് ശമ്പളത്തിനുള്ള ഏതെങ്കിലും ഈ ഒരു ദിവസം മേടിക്കുന്ന ടിക്കറ്റിൽ നിന്ന് വേണ്ടേ. പക്ഷേ ഇതൊന്നും നമ്മൾ തൊടുന്നില്ല. ഓരോ വകുപ്പിലും കാലോചിതവും യുക്തിസഹവുമായിട്ടുള്ള വർധന വേണം എന്ന് നേരത്തെ തന്നെ ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. 2 രൂപ കൊടുക്കുന്നത് 10 രൂപ ആവുന്നത് അല്ലെങ്കിൽ 20 രൂപ ആവുന്നത് ഒരു പ്രശ്നമല്ല. ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അത് കാലോചിതമായി ഓരോ വകുപ്പിലും വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. ചെലവ് കൂടുകയാണ്. വരവും ചെലവും തമ്മിലുള്ള ബാലൻസ് അനിവാര്യമാണ്. സാഹചര്യം ഇതാണെങ്കിലും നിയമന നിരോധനം ഏർപ്പെടുത്തുകയോ പെൻഷൻ പ്രായം ഉയർത്തുകയോ ചെയ്യില്ല. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പം കൊടുത്തു തീർക്കാനുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. 3000 കോടിയും കൂടി കുടിശ്ശികയുണ്ട്. അപ്പോൾ അത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തുകയല്ല. LDFിൻ്റെ മാനിഫെസ്റ്റോയും ഇലക്ഷനും നമ്മൾ നേരിടുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൺസ്ട്രെയിൻസിനേക്കാളും കൂടുതൽ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുകയും കൂടി ചെയ്ത അനുഭവമുണ്ട്. എങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ പരമാവധി മുന്നോട്ട് ചെയ്തു പോകാനാണ് ശ്രമിക്കുന്നത്. ആദ്യം ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞ ഈ പണം കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. റോഡിൽ ടോൾ ഏർപ്പെടുത്തുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കിഫ്ബിക്ക് വരുമാന മാർഗം ഉണ്ടാകുക അനിവാര്യമാണ് എന്ന് മന്ത്രി പറയുന്നു. ക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്ന ചോദ്യത്തിന് കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തു തീർക്കലാണ് ഇപ്പോഴത്തെ മുൻഗണന എന്നതാണ് മറുപടി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.